ഇന്ദ്രന്റെ ശ്രമത്തിൽ രാജലക്ഷ്മി സംസാരിച്ചു. ഋതുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പൊന്നുമടത്തിലെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാം, പിന്നെ താനായിരിക്കും അവിടുത്തെ രാജാവ്, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കും എന്നാണ് ഇന്ദ്രന്റെ വിചാരം. എന്നാൽ ഇന്ദ്രൻ പറയുന്നതൊന്നും, അല്ലെങ്കിൽ ഇന്ദ്രൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ ഇന്ദ്രന്റെ ഈ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, പഴയ സ്വഭാവം ഇന്ദ്രൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രന് കിട്ടാൻ പോകുന്നത് 8ന്റെ പണികളാണെന്ന് ഇന്ദ്രൻ അറിയുന്നില്ല. കാരണം പല്ലവിയല്ല ഋതു. ആ ഒരു തിരിച്ചറിവ് മാത്രം ഇന്ദ്രൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. പണ്ട് പല്ലവിക്ക് ആരുമില്ലായിരുന്നു കൂട്ടിന്, പക്ഷേ ഇപ്പോൾ ഋതുവിനെ താങ്ങായിട്ട് സേതുവും പിന്നെ പല്ലവിയും, ഒരു കുടുംബം മുഴുവനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ വിളച്ചിലുകളൊന്നും ഋതുവിന്റെ അടുത്ത് നടക്കത്തില്ല. അതിന്റെ കൂടെ ഇപ്പോ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം ഒരു കാരണവശാലും നടത്തത്തില്ല എന്നൊരു വാശിയിലാണ് ഇന്ദ്രൻ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വിവാഹം നടത്തത്തില്ല എന്ന് ഇന്ദ്രൻ വെല്ലുവിളിക്കുമ്പോൾ തന്റെ കഴുത്തിൽ സേതു താലി കെട്ടും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് പല്ലവി. ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്?